ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള ക്രീമി ചീസി പാസ്തയാണ്. സൂപ്പർ ടേസ്റ്റാണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ പാസ്ത ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഇതാണ് നമുക്ക് വേണ്ടത്, പാസ്ത മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഇല്ലെങ്കിൽ ഏതെങ്കിലും മണവില്ലാത്ത ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പാസ്തയിലേക്ക് വേണ്ട ഉപ്പ് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് പാസ്ത ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ഷേപ്പിലുള്ള പാസ്തയാണ്. ഏത് ഷേപ്പിലുള്ള പാസ്തയാണെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെ, പാസ്ത ഒന്ന് വെന്ത് വരട്ടെ. ഫുള്ളായിട്ട് കുക്കായി വരേണ്ട ആവശ്യമില്ല, ഒരു 95% മാത്രം കുക്കായാൽ മതി. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കണം. അപ്പോഴാണ് അതിൻ്റെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഈ സമയത്ത് ഞാനിത് ഓഫ് ചെയ്തിട്ട് സ്ട്രെയിനറിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സ്ട്രെയിൻ ആയിട്ടിരിക്കുന്ന സമയത്ത് അതേ പാനിൽ തന്നെ നമുക്ക് വേറെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഞാൻ വെജിറ്റബിൾ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചത്. ഇനി നിങ്ങൾക്ക് ബട്ടർ ഒഴിക്കണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്രീം ഉണ്ടാക്കാൻ നേരത്ത് ബട്ടർ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. ആദ്യം തന്നെ ചോപ്പ് ചെയ്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം ഒന്ന് സെറ്റായിട്ട് കിട്ടണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പം ഇതിലേക്ക് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരല്പം വെള്ളവും കൂടി ചേർത്ത് ഞാൻ അരച്ചെടുത്തതാണ്, അത് ചേർത്തിട്ടുണ്ട്. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ ഇഞ്ചി ഒരു ചെറിയ പീസും വെളുത്തുള്ളി കുറച്ച് അധികമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇതുപോലെ വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് ചേർക്കാം. അതിനുവേണ്ടി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഗ്രീൻ കളർ ക്യാപ്സിക്കം ചേർത്തു. പിന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് ചേർത്തു. എല്ലാം ഡിഫറെൻറ്റ് കളേഴ്സ് ആകുമ്പോൾ അടിപൊളി രസമായിരിക്കും കേട്ടോ കാണാൻ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം. ഞാനിവിടെ കോൺ കേർണൽസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രഷ് ആയിട്ടുള്ള നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറിൽ പോകുന്ന സമയത്ത് ഫ്രോസൺ ആയിട്ടുള്ള ഇതേപോലെ ബോയിൽഡ് കോൺ മേടിച്ച് വെക്കും. അപ്പോൾ അതാകുമ്പോൾ എല്ലാത്തിലും പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ. ഇത് ആ ഒരു കോണാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ പാസ്തയുടെ ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒറിഗാനോ ആണ് ഞാൻ മെയിനായിട്ട് ചേർക്കാറ്. അല്ലെങ്കിൽ മിക്സ്ഡ് ഹെർബ്സ് ഒക്കെ കിട്ടും, അപ്പോൾ അത് വാങ്ങിച്ച് വയ്ക്കുകയാണെങ്കിൽ അതും യൂസ് ചെയ്യാം. പക്ഷെ കുറച്ചും കൂടി എനിക്ക് ടേസ്റ്റ് ഇഷ്ടം ഒറിഗാനോടെയാണ്. അപ്പോൾ ഒറിഗാനോ ഇഷ്ടമല്ലാത്തവർക്ക് മിക്സ്ഡ് ഹെർബ്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് നമ്മുടെ മുളകുണ്ടല്ലോ, ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഉപയോഗിക്കുന്ന ഇടിച്ച മുളക് എന്നൊക്കെ പറയുന്ന ഇതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ചില്ലി ഫ്ലേക്സ് അത് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം എരിവുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഒത്തിരി എരിവല്ല, ഒരല്പം എരിവ്, അത്ര തന്നെ. ഇത് നന്നായിട്ട് ഒന്നുകൂടി ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് സോർട്ടായി എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ സ്ട്രെയിൻ ചെയ്ത് വച്ചിട്ടും പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കുന്നത് നമ്മൾ ആദ്യം ഓയിൽ ചേർത്തത് വേവിച്ചത് കൊണ്ടും 95% മാത്രം ഇത് വേവിച്ചത് കൊണ്ടുമാണ് കേട്ടോ. ഫുള്ളായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുത്തു വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെയുള്ള ക്രീം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സ്പെഷ്യലായിട്ട് നമ്മളെങ്ങനെ ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ക്രീം ഉണ്ടാക്കാമെന്ന് നോക്കാം. പാനിലേക്ക് ആദ്യം തന്നെ ബട്ടർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം കൂടുതൽ ബട്ടർ തന്നെ, ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ബട്ടർ ആവശ്യമുണ്ട് കേട്ടോ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ, അതായത് നമ്മുടെ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒത്തിരി റോസ്റ്റ് ആവേണ്ട, പച്ചമണം മാറുന്നവരെ റോസ്റ്റ് ആക്കി എടുക്കുക. അതിനുശേഷം ഫ്രഷ് മിൽക്ക് എടുത്തിട്ട് അല്പം ഒഴിച്ച് കൊടുത്ത് ഇത് കട്ടയൊക്കെ ഒന്ന് കളഞ്ഞ് എടുത്ത് വരണം കേട്ടോ. അപ്പോൾ ഈ ക്രീം എന്ന് പറയുന്നത് നമ്മുടെ പാസ്ത മുങ്ങിക്കിടക്കുന്ന അത്രയും വേണം. അപ്പോൾ അതിനനുസരിച്ച് പാല് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പതിയെ മാത്രം അല്പമായിട്ട് മാത്രം പാല് ചേർത്ത് കൊടുത്ത് കട്ട ഉടച്ചുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ അത്യാവശ്യം കട്ടയൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക, കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. ഈ ഒരു മിക്സ്ചറിലേക്ക് വേണ്ട അത്ര മാത്രം കേട്ടോ. ഒരല്പം പെപ്പർ പൗഡർ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചീസി ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ ചീസ് വേണം അല്ലേ. അപ്പോൾ ചീസ് എന്ന് പറയുന്നത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ സാൻഡ്വിച്ചസിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു
ചീസിൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ അതൊരു 4 എണ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേർക്കുന്നതുകൊണ്ട് തന്നെ അപ്പം തന്നെ മെൽട്ട് ഔട്ടോ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. നല്ല തിക്ക് ക്രീമായിട്ട് നല്ല ടേസ്റ്റി ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അടിപൊളി മണം ഉണ്ടാവും കേട്ടോ ഈ സമയത്ത്. ഒറിഗാനോയുടെയും ആ ഒരു ചീസി ക്രീമിൻ്റെയും ഒക്കെ ആ സമയത്ത് നമുക്ക് പാസ്തയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പാസ്ത റെഡിയാണ്. റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഡബിൾ ടേസ്റ്റാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഈ ഒരു പാസ്തയ്ക്ക്. തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്ന ഒരു പാസ്തയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ലഞ്ചിനും അതുപോലെ നൈറ്റിലാണെങ്കിലും ഒക്കെ ഈവനിങ്ങിലാണെങ്കിലും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന അടിപൊളി പാസ്തയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ഡിയേഴ്സ്.